Hello guys, welcome back to News. അതല്ല, ഇവിടെ ചിക്കൻ പൊരിച്ച് മൊത്തം പുകഞ്ഞു കിടക്കാണ്. അതാണ് ചുമ വന്നത്. അപ്പൊ ഇന്ന് ഞങ്ങള് എന്തായാലും ചിക്കൻ ചിക്കൻ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. മെയിൻ ഷെഫ് റോഷ, അപ്പൊ ഇതില് മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ആരും ഇതുവരെ അച്ചാർ ഉണ്ടാക്കിയില്ല. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഫ്ലോപ്പ് ആയാലും വീഡിയോ പോസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഒരു മിനിറ്റ്, ചീഫ് ഷെഫ് ഇവിടെ ഉണ്ട്. എവിടെ? ആ ചീഫ് ഷെഫ് പുകച്ചിട്ടത് അയാളത്തെ ചുമ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ചിക്കൻ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ഫ്ലോപ്പായാലും നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഇപ്പൊ കയ്യിലുള്ളത്. ചിക്കൻ ഫ്രം ഫ്രിഡ്ജ്. അപ്പം നമ്മളെ ചിക്കൻ കഴിക്കാത്ത അല്ലേ മനീഷ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഇഞ്ചി കറിവേപ്പില വേറെ ഏതോ യൂട്യൂബ് വീഡിയോ ഒന്ന് കട്ടെടുത്ത ഒരു റെസിപ്പിയാണിത്. അപ്പൊ അതാ ചിക്കൻ കട്ട് ചെയ്യാൻ പോവാണ്. വേറെ മൂച്ചളകത്തിണ്ടോ? എന്തോ അസ്വസ്ഥതയൊക്കെ ഉണ്ട്. പക്ഷേ തുണിക്കിടുന്ന ക്ലിപ്പുണ്ടോ മൂക്കിനിടെ? ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഹലോ ഗൈസ്, ബദ്രി ബേബി ഇവിടെ. ബദ്രി സ്മൈൽ. അമ്മന് പോലെ അമ്മന് പോലെ ഇനി കുറച്ച് ഐറ്റംസ് അരിഞ്ഞു വെക്കണം. ഇഞ്ചി അരിയണം, വെളുത്തുള്ളി, പച്ചമുളക്. എനിക്ക് കഴിയാത്ത ചിക്കൻ വെച്ചിട്ട് ഒറ്റ കൈ കൊണ്ട് മുറിക്കുന്ന രംഗമാണ് കാണുന്നത്. ഒരു കൈൻ്റെ ആവശ്യം തന്നെയല്ല. ഗായ്സ്, നമ്മൾ കറിവേപ്പില അതിസാഹസികമായി പറിക്കാൻ പോവാണ്. പറിച്ചിട്ട് വരാം. വെറുതെ ആക്ഷൻ അല്ലേലുള്ള കറിവേപ്പിലൊക്കെ മതിയാവൂലേ? നമ്മൾ ചിക്കൻ മഞ്ഞളും കൂട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ സമയം 2:05. ഇതുവരെ ചിക്കൻ അച്ചാറായിട്ടില്ല. ചിക്കൻ അച്ചാറാവാത്തോണ്ട് വിശന്നിട്ട് പിന്നെ ഹലോ ഗൈസ്, വെച്ചൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ബദ്രി ബേബി കച്ചറയായി. ചിക്കൻ അച്ചാറ് കഴിക്കുന്നുണ്ടോ? ബദ്രി
ബദ്രി ബേബി കഴിക്കണ്ടോ? നെയ്ച്ചോറാണ് നോക്കുന്നത്. ആ കഴിക്കാനാണ്. ഇവിടെ നെയ്ച്ചോറാണ് ബദ്രി ബേബി എന്താ ഇടങ്ങന്നിട്ട് നോക്കുന്നേ? ബദ്രി എന്താ നോക്കുന്നേ? ചിക്കൻ പൊരിക്കുന്ന നോക്കാണ് പൊന്നെ. ഓക്കെ, നമ്മളിതിലേക്ക് ഇതൊക്കെ ആഡ് ചെയ്യാൻ പോവാ. പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇതൊക്കെ പൊട്ടിത്തെറികൾ സാധാരണ നമ്മൾ തരണം ചെയ്യുന്നതാണ്. കുറച്ചുകൂടി അങ്ങ് വയ്ക്കാനും ചിക്കൻ ഇട്ടു. നല്ലോണം ഇളക്കാണ്. നമ്മൾ പ്രോസസ് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് എങ്ങനെ പാകം? ഇങ്ങനെ പ്രത്യേകിച്ച് പാകമൊന്നുമില്ല. പറയുന്നത് ഇളക്ക. അതെ, ഇത് മറ്റേ മുളക് പൊടി, അച്ചാറുപൊടി സെറ്റ്. അച്ചാറുപൊടി സ്പൂണിൽ എടുക്കട്ടെ. അച്ചാറുപൊടി ഷെഫ് മണത്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ മണത്ത് നോക്കി എന്തോന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്പൂൺ എടുത്ത് ഏതോ ജാമ്പുവിന്റെ സ്പൂണാണ്. ഒരു സ്പൂൺ ആദ്യം ഇടും. ഒരു സ്പൂൺ ആദ്യം ഇട്ട് ഇളക്കുന്നുണ്ട്. കാരണം യൂട്യൂബിൽ എനിക്ക് കളർ മാത്രമേ അറിയൂ. യൂട്യൂബില് ഷെഫ് വീഡിയോയില് കളർ മാത്രമാണ് കണ്ടത്. അതുകൊണ്ട് ടേസ്റ്റ് എന്താന്ന് അറിയില്ല. ഹലോ സോറി, കൊറിയർ വന്നപ്പോ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും എന്താട്ടത് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് മൊത്തം പുക വരുന്നുണ്ട്. അച്ചാറിന്റെ രൂപത്തിലേക്ക് വരിക. അത് അച്ചാർ പൊടി ഇട്ടിട്ട് ഇട്ടല്ലോ, അത്രേ ഉള്ളൂ. അച്ചാർ പൊടി അച്ചാർ പൊടി ഇട്ട് ഇത് കരിയുന്നു. ഇത് വിനാഗിരി ഒഴിച്ചിട്ടേ അച്ചാർ പൊടി ഇട്ട് ഇളക്ക്. അപ്പൊ അച്ചാർ പൊടി കൂടി കുഴപ്പമില്ല. കുറച്ച് കൊടുക്ക്. അച്ചാറ് ടെക്സ്ചറായില്ല. ഇത് നമ്മൾ ഉദ്ദേശിച്ചത് 125 ഒരു മിനിറ്റ് കാത്തിരുത്ത് നോക്കട്ടെ. അച്ചാറുപൊടിയൊക്കെ ഉണ്ടോ ഇത്? അതാ ഞാൻ പറയണേ. ഞാൻ പറയുന്നത് കേക്ക്. ഷെഫിനോട് ചോദിക്കേണ്ട വർത്താനല്ലേ ഇത് ഞാൻ ഷെഫ് അറിയാം. സ്കില്ല് കാണില്ലല്ലോ. ഞാൻ പറയണെന്ന് ചെയ്യോ? ഇത് കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്ത് കുറച്ചുകൂടെ പൊടി ആഡ് ചെയ്യാം. ഞാൻ പറയുന്ന കേക്ക്, ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് എന്താ കിട്ടി? ഒന്നുകൂടി കത്തിക്കുമ്പോള് എന്നിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിക്കണം ആദ്യം. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് ഏത് നല്ല യൂട്യൂബ് ചാനൽ നോക്കിട്ട് കുറച്ചുകൂടി അച്ചാർ പൊടി ഇടണം.
എരിഞ്ഞ് ചാവോന്നുള്ള അറിയില്ല. ഈ അച്ചാറുപൊടി അങ്ങനെ എരിവ് ഉണ്ടാവില്ല. എന്നിട്ട് വിനാഗിരി ഇട്ടടി. വിനാഗിരി ഇപ്പഴല്ല, അത് ഇറക്കി വെച്ചിട്ടാ. ഇതിപ്പോ ഇറക്കില്ല. ഇല്ലല്ലേ, പറയാൻ പാടില്ലല്ലേ. വരുന്നുണ്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളൊന്ന് ടെൻഷൻ ആക്കിയത്. ഞങ്ങളെ മുൻ നിലയിൽ നിർത്തിയതാ. ഇത് റീലെടുത്തിട്ടോ, റീലെടുത്തിട്ടോ. എടുത്തു. ഇത് മുളക് പൊടി വേണ്ട ഇനി? വേണ്ട, എരിവാവും. അച്ചാർ പൊടി ഉണ്ടാതി. കുറച്ച് ഉപ്പിടേണ്ടി വരും. അത് വേണ്ടിട്ട്. ഭർത്താവ് പോവാണ്. കഴിഞ്ഞിപ്പോ വരാം. ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്യൂട്ടാ. ഹലോ ഗായ്സ്, ഇപ്പൊ ശരി തരാം. അച്ചാർ പൊടിനെ ഓണാക്കിയത് ഇങ്ങനെ കഴിക്കരുത്. അച്ചാർ പൊടി മതി. ഇത് ഓഫ് ചെയ്ത്. എടാ വീഡിയോ എടാ. വീഡിയോ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കടുകും ഇത് കണ്ടിട്ടാ എന്താന്ന് തോന്നുന്നു, ഇത് ഉള്ളി, വെളുത്തുള്ളി അതിപ്പോ വിചാരിക്കും അതാണ്. കടുക് വെച്ചിട്ടാ കുറച്ച് വിനാഗിരി വിനാഗിരി വെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറ് കഴിക്കാം. പിന്നെ ടെൻഷൻ ഇല്ല, കറിയില്ലാതെ നമുക്ക് നെയ്ച്ചോറ് കഴിക്കാം. അമ്മ നല്ല ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരും വെയിറ്റ് വെക്കാത്തൊക്കെ നന്നായിട്ട് വെച്ചിട്ടില്ല. അല്ലടാ, എന്താ അറിയോ, ആ ചേച്ചി ഇനി വിനാഗിരി കഴിക്കാൻ പോവാൻ. പുറത്തേക്ക് യൂട്യൂബർ വെച്ചിട്ടുണ്ട്. ഇല്ലല്ല, കണ്ടോ അച്ചാറിനൊരു കൈവ കിട്ടിയില്ലേ? അച്ചാറ് കാണിച്ചു തരാം. വെയിറ്റ് മേഞ്ചട്ട് താരിക്കായി പോയി. അപ്പൊ അച്ചാറിന്റെ ടെസ്റ്റർ വന്നത് എനിക്ക് കാണാൻ പറ്റും. ഈ നേരത്തെ പറഞ്ഞ ഞാൻ പിൻവലിക്കാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ഉണ്ടാക്കാറുണ്ടോരുണ്ടാക്കിയപ്പോ ശരി കേട്ടോ. എണ്ണ അളവ് കറുത്തല്ല ഭയങ്കര. ഷെഫിന്റെ കൈ പൊള്ളി കഴിച്ചു. എനിക്ക് തിന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങള് തിന്നുള്ളൂ. എന്ത് പറ്റുകയാണെങ്കിൽ പറ്റി കഴിയട്ടെ. ഒന്ന് കാണിച്ചിരുന്നു. അമ്മ വെട്ടിട്ട് അമ്മ മേടിക്കട്ടെ. അമ്മ നോക്കട്ടെ. കൊള്ളി പണി ഉപ്പിന്റെയും വിനാഗിരിന്റെയും കുറവുണ്ട്. കുറച്ച് 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 എരിവ്. രസമല്ല പക്ഷെ. എങ്ങനെയുണ്ട് അമ്മ? അമ്മ എന്ത് ചപ്പ് അമ്മ എങ്ങനെയുണ്ട്? ഒരു ടേസ്റ്റ് ഇത്ര മൊരിയരുതേനി. കരിഞ്ഞു വീഴും. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം തൊട്ട് ഞാൻ പാനിക്കാണ്. പക്ഷെ ഇത് ടേസ്റ്റ് ഉണ്ടോ? ഈ നോക്കാം. ഇത് തണയട്ട മക്കളെ. അമ്മ കളറാണ് എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടല്ലോ. എന്റെ ഉള്ളിലേക്ക് ഇത് കൊറേ പേര് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പക്ഷെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അതാ ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ.
മനസ്സിലാക്കേണ്ട വസ്തുത ഒരു സാധനം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടായിട്ടില്ലെങ്കിൽ ടിപ്പ് ഓഫ് ദ ഡേ. അങ്ങനെയല്ല Tip of the day. ഇവിടെ നിന്ന് ഇറക്കി ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെടി. ഗ്യാസിന്റെ ഇവിടെ ഇറക്കി വെച്ചിട്ട് അല്ല അപ്പൊ തടയൂ ഇത് കഴിഞ്ഞിട്ടുണ്ടെടി. തന്നെ ഓൾറെഡി കരിഞ്ഞിട്ടൊന്നുമില്ല. ഉണ്ടെടി. ഈ 50 തന്നു കേട്ടോ. സപ്പോർട്ടോ? ടേസ്റ്റ് ബഡ്സ് ഒന്നും അതെ, തിന്നുമ്പോഴും ഇതൊക്കെ കേൾക്കണം. ഇതൊക്കെ കേൾക്കണം. ഓക്കെ ഇനി ഭയങ്കര ഡിയർ ഷെഫ്സ്. അച്ചാറ് കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇത് വല്ലാണ്ട് കഴിഞ്ഞു പോയി. ചിക്കൻ വല്ലാണ്ട് കഴിഞ്ഞു പോയി. അതാ ഷെഫുകൾ രണ്ടുപേരും അച്ചാറുണ്ടാക്കി ക്ഷീണിച്ചതിന് ശേഷം ചോറുണ്ടാണ്. നെയ്ച്ചോറാണ് കേട്ടെന്ന് അമ്മ ഉണ്ടാക്കിയതാ. അമ്മ ഉണ്ടാക്കിയ ഒരു നെയ്ച്ചോറും ചിക്കൻ കറി ഉള്ളത് കൊണ്ട് ഞങ്ങൾ പട്ടിണിയില്ലാതെ ഫുഡ് കഴിക്കും. ഇതാണ് അച്ചാർ. അതിന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു മിനിറ്റ്, ഒരു സ്പൂൺ എടുത്ത് തരാം. ഇത് ഞാനിടും. ഞാൻ എന്തേലും ആദ്യം തന്നെ എന്താ കറണ്ട് ഇല്ല ഇവിടെ. ടേസ്റ്റ് ചെയ്യുന്നതാണ്. മാത്രമേ ചെയ്യട്ടു ടേസ്റ്റ്. ഞാനോട് ചോദിച്ചിട്ടില്ല. എന്നാ കറി കറി ഇല്ല, എക്സ്പ്രഷൻ മാത്രമായി. ഞാൻ പറഞ്ഞു തൈര് വേണ്ടേ? എന്താ ചമ്മന്തി എടുത്തോ? തൈരുണ്ടല്ലോ. അച്ചാറുണ്ടല്ലോ. അല്ല, തൈര് എടുത്തൊന്നാ കരിഞ്ഞ് ബാലൻസ് ചെയ്യാം. കഴിഞ്ഞിട്ടാ പറിച്ചു നോക്കിണ്ടാവും. രണ്ട് ലക്ഷം ചിക്കൻ അതിനുണ്ടായി. അതിനൊന്ന് കൊണ്ടിട്ട് എല്ലാം കൊണ്ടുപോയി. ആ ഞാൻ പോയിക്കാം. ഞാനൊന്ന് ബാബയിലെ പോയി നോക്കട്ടെ, ഒരു കഴിക്കട്ടെ. നമുക്ക് മാറ്റി. എനിവേ അച്ചാറ് നല്ല ഫ്ലോപ്പായിരുന്നു, പക്ഷെ ഒരുപാട് ചിരിച്ചു. അച്ഛനില്ലാതെ നന്നായി, അല്ലെ ചിക്കൻ വേസ്റ്റ് ആയത് ചീത്തയേട്ടനെ. സോ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നിച്ച് ഞാനൊരു വൈൻഡപ്പ് വീഡിയോ കൂടി എടുത്തിട്ട് ഈ വീഡിയോയോടെ എൻഡ് ചെയ്യാം. സോ ഗൈസ്, അച്ചാറുണ്ടാക്കിയ ഫ്രസ്ട്രേഷനിൽ നെയ്ച്ചോറ് തിന്നോടെ റെസ്റ്റ് ചെയ്യാണ് നമ്മളെ ഷെഫ്. ഷെഫ് പറയൂ, എന്താണ് അച്ചാറിന് സംഭവിച്ചത്? റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അച്ചാറുണ്ടാക്കി നന്നാമത്തെ ഫ്രസ്ട്രേഷനിൽ റെഫറൻസ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കമന്റ് ബോക്സ് സോ ഡെലീഷ്യസ്. ബോൺലെസ് ആണോ ചിക്കൻ? അതെ, പക്ഷെ ചമ്മി. ഷെഫ് ചമ്മി. അപ്പം നമുക്ക് ഒരു ഷെഫ് കൂടി വരാനുണ്ട്. എന്തായാലും ആ ഷെഫിനോട് കൂടി ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാറിന്. ആ ഷെഫ് വരുന്നുണ്ട്, ഷെഫിനോട് ചോദിക്കാം. ഷെഫ് ഷെഫ് എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാർ? ഇൻക്രെഡിബിൾ അച്ചാറ്. താങ്ക് യു ഷെഫ്. ഈ ഓൾ താഴേക്ക് തുപ്പല്ലേ. See you soon in another video. And this bye from hello, bye Manali. Bye from Take a Break with Avanus. See you then.